വന്നിരിക്കുന്നത് നമ്മുടെ നയൻതാര മാമിന്റെ വെഡിങ് മേക്ക് ഓവർ ആയിട്ടാണ്. അതിന്റെ റീക്രിയേഷൻ ആണ് ഞാൻ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അതിനു വേണ്ടിയിട്ട് ഞാൻ കുറച്ച് സാധനങ്ങൾ വേറെ മേടിച്ചിട്ടുണ്ട്. പിന്നെ ഉള്ളത് എൻ്റെ കയ്യിലുള്ള സാധനങ്ങൾ വെച്ചിട്ടും കൂടിയാണ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് താമസിക്കാതെ വീട്ടിലേക്ക് കിടക്കാം. ആദ്യം നമുക്ക് നമ്മുടെ ഈ മുടി ഒന്ന് അടിപൊളിയായിട്ട് ഒതുക്കി വെക്കാം. അല്ലെങ്കിൽ നമുക്ക് മേക്കപ്പ് ചെയ്യാൻ അത് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അപ്പൊ ഞാൻ അടിപൊളിയായിട്ടൊന്നും ഒതുക്കി വെച്ചില്ല, ജസ്റ്റ് ക്ലിപ്പ് ചെയ്തിട്ടേ ഉള്ളൂ. ഇനി നമുക്ക് ഫേസ് നന്നായിട്ട് ക്ലീൻസ് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് നമുക്കൊന്ന് ഈ വെറ്റ് വൈപ്പ് വെച്ചിട്ട് ഒന്ന് തുടയ്ക്കാം. ഇനി നമുക്ക് ആദ്യം നമ്മുടെ ഫേസിൽ മോയ്സ്ചറൈസ് ചെയ്യാം. മോയ്സ്ചറൈസ് ചെയ്യാനായിട്ട് ഞാൻ അലോവേര ജെല്ലാണ് ഉപയോഗിക്കുന്നത്. സ്ഥിരം എനിക്കിഷ്ടമുള്ളത് അലോവേര ജെല്ലാണ്. അപ്പം ഞാൻ അലോവേര ജെല്ല് ഇടുവാണ്. അപ്പം നമ്മൾ ഫേസിൽ മോയ്സ്ചറൈസ് ചെയ്തു, നമ്മൾ ആദ്യം ക്ലെൻസ് ചെയ്തു, പിന്നെ മോയ്സ്ചറൈസും ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് സൺസ്ക്രീം ഇടുകയാണ്. ഞാൻ ലാക്മിയുടെ സൺസ്ക്രീമാണ് ഉപയോഗിക്കുന്നത്. ലാക്മി സൺ എക്സ്പേർട്ടിന്റെ സൺസ്ക്രീമാണ് ഉപയോഗിക്കുന്നത്. അപ്പം നമുക്കത് ഫേസിൽ നന്നായിട്ട് ഇട്ട് കൊടുക്കാം. ഇത്രയാണ് എടുത്തിരിക്കുന്നത്. എന്നിട്ട് നമുക്ക് ഫേസിൽ നന്നായിട്ട് ഇട്ട് കൊടുക്കാം. അപ്പം നമ്മൾ ഫേസ് മോയ്സ്ചറൈസ് ചെയ്തു, പിന്നെ നമ്മൾ സൺസ്ക്രീം അപ്ലൈ ചെയ്തു. ഇനി അടുത്ത നമ്മുടെ സ്റ്റെപ്പ് പ്രൈമറാണ്. പ്രൈമറിന് ഞാൻ ലാക്മിയുടെ പ്രോഡക്റ്റ് തന്നെയാണ് എടുക്കുന്നത്. ലാക്മിയുടെ ഒരു പ്രൈമർ എടുത്ത് നമ്മുടെ പോഴ്സുള്ള ഭാഗത്തേക്ക് ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാം. അപ്പോൾ എൻ്റെ ടീസോണിലാണ് ഞാൻ പ്രൈമർ ഇട്ടിരിക്കുന്നത്. എന്നിട്ട് നമുക്ക് നന്നായിട്ട് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കാം. ഈ ലാക്മിയുടെ പ്രൈമർ നമ്മുടെ ഫേസിൽ ഇടുമ്പോൾ നല്ലൊരു മാറ്റ് ഫിനിഷ്, നല്ലൊരു ഫിനിഷിങ് നമ്മുടെ ഫേസിന് തരും. കണ്ടോ, നല്ലൊരു ഫിനിഷിങ് ഇവിടെ ഈ ഭാഗത്തൊക്കെ നല്ലൊരു ഫിനിഷിങ് കിട്ടും. അപ്പൊ നമ്മൾ മോയ്സ്ചറൈസ് ചെയ്തു, സൺസ്ക്രീം അപ്ലൈ ചെയ്തു, പ്രൈമർ ഇട്ടു. ഇനി നമുക്ക് നമ്മുടെ ഫേസ് മേക്കപ്പിലേക്ക് കിടക്കാം. ഫേസ് മേക്കപ്പ് ചെയ്യുന്നതിന് മുന്നേ നമ്മൾ ആദ്യം നമ്മുടെ സ്കിൻ ടോണ് ഈവൻ ആക്കണം. കാരണം പലർക്കും പല സ്കിൻ ടോൺ ആയിരിക്കും. ഈ ഭാഗത്ത് ചിലപ്പോൾ നിറം കൂടുതലായിരിക്കും, ചിലപ്പോൾ ഈ ഭാഗമൊക്കെ നമുക്ക് കുറച്ച് ഡാർക്ക് ആയിരിക്കും. അപ്പോൾ അതുകൊണ്ട് നമ്മൾ എല്ലാ ഭാഗവും ഒന്ന് ഈവൻ ആക്കണം. അതിനായിട്ട് നമുക്ക് കൺസീൽ ചെയ്യാം. കൺസീൽ ചെയ്യുന്നത് ഇപ്പം എനിക്ക് കൺസീൽ ചെയ്യേണ്ട ഭാഗം എന്ന് വെച്ചാൽ എൻ്റെ കണ്ണിൻ്റെ ഈ ഭാഗം, കണ്ണിന് ചുറ്റും കണ്ടോ എനിക്ക് നിറവ്യത്യാസമുണ്ട്. അപ്പോൾ അവിടെ കൺസീൽ ചെയ്യണം. പിന്നെ ഈ ഭാഗം എനിക്ക് മുഖക്കുരു വന്നിട്ടുള്ള പാടുകളുണ്ട്. അപ്പോൾ അതും കൂടെ ഒന്ന് കൺസീൽ ചെയ്യണം. അപ്പോൾ അത് നമുക്ക് കൺസീൽ ചെയ്യാം. അപ്പൊ ഞാൻ കൺസീൽ ചെയ്യേണ്ട ഭാഗത്ത് കൺസീലർ അപ്ലൈ ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് നന്നായിട്ട് തന്നെ ബ്ലെൻഡ് ചെയ്തെടുക്കാം. ഞാനിപ്പോൾ കണ്ണിന് ചുറ്റും, പിന്നെ എൻ്റെ താടിയുടെ ഈ ഭാഗത്തും, പിന്നെ ഇത് ഇവിടെ കുറച്ച് മുഖക്കുരു വന്ന പാടുകളുണ്ട്. അപ്പോൾ അവിടെയും കൂടിയാണ് ഞാൻ കൺസീൽ ചെയ്തിരിക്കുന്നത്. ഇനി നമുക്ക് ഈ കൺസീൽ ചെയ്ത ഭാഗം ഒന്ന് പൗഡർ വെച്ചൊന്ന് സെറ്റ് ചെയ്തെടുക്കാം. ഞാനിവിടെ ലാക്മിയുടെ കോമ്പാക്ട് പൗഡറാണ് എടുക്കുന്നത്. എന്നിട്ട് ഇതുപോലൊരു ബ്രഷ് വെച്ചിട്ട് ഒന്ന് സെറ്റ് ചെയ്തെടുക്കുന്നുണ്ട്. കൺസീൽ ചെയ്ത ഭാഗം മാത്രമേ അങ്ങനെ സെറ്റ് ചെയ്യുന്നുള്ളൂ. ഇനി നമുക്ക് നമ്മുടെ ഐബ്രോ ഫില്ല് ചെയ്യാം. ഐബ്രോ ഫില്ല് ചെയ്യാനായിട്ട് ഞാൻ വെറ്റ് ആൻഡ് വൈൽഡിന്റെ ഐബ്രോ കിറ്റാണ് എടുത്തിരിക്കുന്നത്. കണ്ടോ ഇത്. അപ്പൊ ഇതിൽ ഞാനൊരു ഡാർക്ക് ഷെയ്ഡ് എടുത്തിട്ട് ഐബ്രോ ഫില്ല് ചെയ്യണം. ഡാർക്ക് ഷെയ്ഡ് എടുക്കുകയാണെങ്കിലും അത് ലൈറ്റ് ആയിട്ടാണ് എടുക്കുന്നത്. എടുത്തിട്ട് ഐബ്രോ നമുക്കൊന്ന് ഫില്ല് ചെയ്തെടുക്കാം. നയൻതാര മാമിന്റെ ഐബ്രോ കുറച്ച് കട്ടിയുള്ളതാണ്, കുറച്ച് വിട്ടും ഉള്ളതാണ്. അപ്പൊ അതനുസരിച്ച് വേണം നമുക്ക് ഫില്ല് ചെയ്തെടുക്കാൻ. അപ്പൊ നമ്മൾ പുരികം ഫില്ല് ചെയ്ത് കഴിഞ്ഞു. നയൻതാര മാമിന്റെ പുരികത്തിന് ഇതുവരെയുള്ള നീളമില്ല. മാമിന് കുറച്ച് നീളം കുറവാണ്. പിന്നെ നല്ല ഇങ്ങനത്തെ പുരുകമാണ്. അപ്പൊ എൻ്റെ ഫേസിൽ കുറച്ച് കെർവായിട്ടുള്ള പുരുകവും കുറച്ച് നീളവും കൂടെ ഉള്ള പുരുകമാണ്. അപ്പൊ അത് ഞാൻ മാക്സിമം ആ ഒരു രീതിയിൽ കുറച്ച് കട്ടിക്ക് ഞാൻ ഫില്ല് ചെയ്ത് എടുത്തിട്ടുണ്ട്. മാമിന്റെ അതുപോലെയൊന്നും വരത്തില്ല, എങ്കിലും അതുപോലെ ഫില്ല് ചെയ്ത് എടുക്കാൻ ഞാൻ ശ്രമിച്ചിട്ടുണ്ട്. കുറച്ച് കട്ടിക്ക്, കുറച്ച് തിക്നെസ് ഫീൽ ചെയ്യത്തക്ക രീതിയിൽ ഞാനിങ്ങനെ വെറ്റ് ആൻഡ് വൈൽഡിന്റെ ഐബ്രോ കിറ്റ് വെച്ചിട്ട് ഫില്ല് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഐ മേക്കപ്പിലോട്ട് പോവാം. ഐ മേക്കപ്പ്, മാമിന്റെ ഐ മേക്കപ്പ് ഞാൻ സൈഡിൽ കൊടുക്കാം. അതിൽ മാം കൂടുതൽ ഉപയോഗിച്ചിരിക്കുന്ന ഒരു ബ്രൗൺ കളർ ഐ ഷാഡോയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ബ്രൗൺ കളർ ഐ ഷാഡോ ചെയ്തിട്ട് ഫ്രണ്ടിൽ നമ്മുടെ ഇന്നർ കോർണറിന്റെ ഈ ഭാഗത്ത് സെയിം ഒരു ഗോൾഡൻ മിക്സ് ആയിട്ടുള്ള ഒരു
ഷിമറി ഷെയ്ഡും കൂടെ മിക്സ് ചെയ്തിട്ടുണ്ട്. അതായത് ഈ ഭാഗത്ത് നിന്ന് ഇങ്ങോട്ട് അപ്ലൈ ചെയ്തിട്ടുണ്ട്. സാധാരണ മാമിൻ്റെ അങ്ങനത്തെ ഒരു സ്മോക്കി ഐസാണ് കൂടുതൽ നമ്മൾ കണ്ട് പരിചയമുള്ളത്. ആദ്യമായിട്ടാണ് അല്ലെങ്കിൽ റെയർ ആയിട്ടാണ് മാം ഇങ്ങനൊരു ഐ മേക്കപ്പ് ചെയ്തതായിട്ട് എൻ്റെ ഒരു ഇതിൽ എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. അപ്പോൾ അത് വെച്ചിട്ട് ഞാൻ ഈ മേക്കപ്പ് ചെയ്യുവാണ്. അപ്പോൾ നമുക്ക് മേക്കപ്പ് സ്റ്റാർട്ട് ചെയ്യാം, ഐ മേക്കപ്പ് സ്റ്റാർട്ട് ചെയ്യാം. അതിനായിട്ട് ഞാനിവിടെ കളർ സ്റ്റുഡിയോയുടെ ബ്യൂട്ടി ഗ്ലാസ്ഡ് എന്നുള്ള ഒരു ഐഷാഡോ പാലറ്റാണ് എടുക്കുന്നത്. അതിൽ ഇത്രയധികം ഷെയ്ഡ്സുകളുണ്ട്. ഇതിൽ മാം ഉപയോഗിച്ചിരിക്കുന്നത് ഈ 2 ഷെയ്ഡുകളും മിക്സ് ചെയ്യുമ്പോൾ കിട്ടുന്ന ഒരു ഷെയ്ഡാണ് എന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ അത് രണ്ടുമാണ് ഞാൻ ഔട്ടർ കോർണറിൽ കൊടുക്കുന്നത്. അതിനുശേഷം ഇന്നർ കോർണറിൽ ഇതിന്റെ തന്നെ ഒരു ഷിമറി ഷെയ്ഡാണിത്. അപ്പോൾ ഇതാണ് ഇന്നർ കോർണറിൽ കൊടുക്കുന്നത്. അപ്പോൾ ഇത് 3 വെച്ചിട്ടാണ് നമ്മൾ ഐ ക്രിയേറ്റ് ചെയ്യാൻ പോകുന്നത്. നമ്മൾ ഐ മേക്കപ്പ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ആദ്യം നമ്മുടെ കണ്ണിന്റെ ക്രീസ് മൊത്തത്തിലൊന്ന് നമുക്ക് ട്രാൻസിഷൻ ഐ ഷാഡോ വെച്ചിട്ട് നമുക്കൊന്ന് സെറ്റ് ചെയ്തെടുക്കാനുണ്ട്. അപ്പം ഞാൻ അതിന് ട്രാൻസിഷനായിട്ട് ഉപയോഗിക്കുന്നത് ഈ ഐ ഷാഡോ ആണ് ഞാനിവിടെ ട്രാൻസിഷനായിട്ട് ഉപയോഗിക്കുന്നത്. എന്നിട്ട് നമ്മുടെ ഈ ക്രീസ് ലൈൻ കഴിഞ്ഞിട്ട് മേൽഭാഗത്തേക്ക് നമ്മളിങ്ങനെ ജസ്റ്റ് ഇങ്ങനെ ഒന്ന് അതിൻ്റെ ഒരു ഷാഡോ അങ്ങോട്ട് കൊടുക്കുന്നുണ്ട്. നമുക്ക് ഔട്ടർ കോർണറിലോട്ട് നമ്മുടെ ആ ബ്രൗൺ ഐ ഷാഡോ ഇങ്ങനെ ഡാബ് ചെയ്ത് ഒന്ന് സെറ്റ് ചെയ്തേക്കാം. ഈ 2 ഷെയ്ഡും കൂടെ മിക്സ് ചെയ്താണ് എടുക്കുന്നത്. നമ്മുടെ കണ്ണിന്റെ ഔട്ടർ കോർണർ ഏകദേശം റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ ഇന്നർ കോർണർ ഈ ഭാഗത്ത് ഇതിന്റെ തന്നെ ഒരു ഷിമറി ഷെയ്ഡ് വെച്ചിട്ട് നമുക്ക് ഇന്നർ കോർണർ കൂടെ ഒന്ന് സെറ്റ് ചെയ്തെടുക്കാം. ഇന്നർ കോർണർ ഫില്ല് ചെയ്യാനായിട്ട് ഈ ഒരു ബ്രൊക്കേഡ് ടൈപ്പിലുള്ള ഒരു ഷെയ്ഡാണിത്, ഷിമറി ഷെയ്ഡാണ്. അതാണ് നമ്മുടെ ഇന്നർ കോർണറിൽ നമ്മൾ ഫില്ല് ചെയ്യാൻ കൊടുക്കുന്നത്. ഈ ഷിമറി ഷെയ്ഡ് നമ്മുടെ ഔട്ടർ കോർണറിൽ കൊടുത്തില്ലേ, ആ ഒരു ഷെയ്ഡും കൂടെ മിക്സ് ചെയ്ത് ബ്ലെൻഡ് ചെയ്തെടുക്കണം. അതായത് നമ്മുടെ ഔട്ടർ കോർണറിൽ ബ്രൗൺ ഫില്ല് ചെയ്തു, ഇന്നർ കോർണറിൽ നമ്മൾ ബ്രൊക്കേഡിന്റെ ആ ഒരു ഗോൾഡൻ ഷിമറി ഷെയ്ഡ് ഫില്ല് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇന്നർ കോർണർ കൂടെ സെറ്റ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഞാൻ മാമിൻ്റെ ഫോട്ടോയിൽ കുറച്ച് സൂം ചെയ്ത് നോക്കിയപ്പോൾ മാം ഐലൈനർ വരച്ചിട്ടില്ല. പകരം ഐലൈനർ വരച്ചതുപോലെ തന്നെ കാജൽ വെച്ചിട്ട് ഒന്ന് സ്മഡ്ജ് ചെയ്താണ് വിട്ടിരിക്കുന്നത്. അപ്പോൾ നമുക്ക് അതുപോലെ ഒന്ന് സ്മഡ്ജ് ചെയ്തെടുക്കാം. അപ്പോൾ ഞാൻ ഐസ് ചെയ്യാനായിട്ട് ഷുഗറിൻ്റെ കാജലാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഇത് വെച്ചിട്ടൊന്ന് കണ്ണിൻ്റെ മേലെ ഒരു ലൈൻ ചെയ്ത് കൊടുത്തിട്ട് സ്മഡ്ജ് ചെയ്തെടുക്കാം. അതുപോലെ കണ്ണിനകത്ത് നമ്മൾ ഇത് തന്നെയാണ് എഴുതുന്നത്. നമ്മൾ കണ്ണിന്റെ ടൈറ്റ് ലൈനും വാട്ടർ ലൈനും എഴുതി. ഇനി അതിനുശേഷം ഇതിന്റെ മേൽഭാഗത്ത് നമുക്ക് ചെറുതായിട്ട് ഇങ്ങനെ ഒന്ന് വരച്ചു കൊടുക്കാം. നമ്മൾ ഐലൈനർ എഴുതത്തില്ല, അതുപോലെ ഇങ്ങനെ വരച്ചു കൊടുക്കാം. കണ്ടോ, ഇത്ര മാത്രം. എന്നിട്ട് നമുക്കതിനെ സ്മഡ്ജ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ നമ്മൾ വരച്ച കാജലൊന്ന് സ്മഡ്ജ് ചെയ്യാനായിട്ട് ഞാൻ ഇതാണ് എടുക്കുന്നത്. ഇത് വെച്ചിട്ടാണ് സ്മഡ്ജ് ചെയ്യുന്നത്. നന്നായിട്ട് ഇങ്ങനെ ഒന്ന് ബ്ലെൻഡ് ചെയ്തങ്ങ് എടുക്കുകയാണ്. ഐ ഷാഡോയുടെ കൂടെ ഒന്ന് മിക്സ് ചെയ്തങ്ങ് എടുക്കുകയാണ്. അപ്പോൾ നമ്മുടെ കാജൽ നന്നായിട്ട് സ്മഡ്ജ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്യേണ്ടത് നമ്മുടെ മേളിൽ എന്തൊക്കെയാണോ ചെയ്തത് അതെല്ലാം നമ്മുടെ കണ്ണിന് താഴെയും കൂടെ നമ്മൾ ചെയ്തെടുക്കണം. എന്നാലേ കണ്ണിന് നല്ലത് ഫിനിഷ് കിട്ടുള്ളൂ. അപ്പോൾ നമ്മൾ നേരത്തെ ചെയ്ത അതേ ഐ ഷാഡോ വെച്ചിട്ട്, അതായത് ഈ ഐ ഷാഡോ വെച്ചിട്ട് കണ്ടോ, ഇങ്ങനത്തെ ഒരു ആംഗിൾ ബ്രഷ് വെച്ചിട്ടാണ് ഞാനത് താഴ്ഭാഗത്ത് ഫില്ല് ചെയ്ത് കൊടുക്കുന്നത്. നമ്മൾ താഴ്ഭാഗവും കൂടെ ഇതുപോലെ ഫില്ല് ചെയ്താലേ കണ്ണിനൊരു ഫിനിഷിങ് കിട്ടത്തുള്ളൂ. അപ്പോൾ നമ്മൾ താഴ്ഭാഗവും അതുപോലെ ഫില്ല് ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ ഞാൻ ഇനി ഇത് ചെയ്തതുപോലെ ഇപ്പോഴത്തെ ഐസും ചെയ്തിട്ട് വരാം. അപ്പോൾ നമ്മൾ 2 ഐസും നമ്മൾ ഒരുപോലെ ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഐ മേക്കപ്പ് ഫിനിഷ് ആയി. ഞാൻ കണ്ണിൽ ഐലാഷസ് കൂടെ വെച്ചിട്ടുണ്ട്. എനിക്കിപ്പോൾ ഐലാഷസ് വെച്ചപ്പോൾ എന്തോ ഒരു കട്ടിക്കുള്ള ഒരു വെയിറ്റ് ഉള്ള ഒരു സാധനം എൻ്റെ കണ്ണിന്റെ മേലെ എടുത്ത് വെച്ചതുപോലെയുണ്ട്. പൊതുവെ എനിക്ക് ഇങ്ങനെയുള്ള ഹെവി മേക്കപ്പ് ചേരില്ല. അതുപോലെ തന്നെ ഐലാഷസും എൻ്റെ കണ്ണിന് ചേരുന്നതല്ല. എങ്കിലും മാം അത് വെച്ചിട്ടുള്ളതുപോലെ എനിക്ക് തോന്നി. ഐലാഷസ് എന്തോ സെപ്പറേറ്റ് വെച്ചതുപോലെ എനിക്ക് തോന്നിയത് കൊണ്ടാണ് ഞാനും ഐലാഷസ് വെച്ചത്. അതുമല്ല, മാം ഐലാഷസ് വെച്ചില്ലെങ്കിൽ പോലും മാമിന്റെ ഐലാഷസിന് നല്ല തിക്നെസ് ഉള്ളതാണ്. അപ്പൊ ഇനി നമുക്ക് ഫേസ് മേക്കപ്പിലോട്ട് പോകാം. ഫേസ് മേക്കപ്പിൽ ഇനി നമ്മൾ ഫൗണ്ടേഷൻ അങ്ങനെയുള്ള കുറെ കാര്യം നമുക്ക് ഇടാനുണ്ട്. അപ്പൊ അതെല്ലാം കൂടെ നമുക്കിനി ചെയ്യാം. ഞാൻ 2 ഫൗണ്ടേഷൻ എടുത്തിട്ടുണ്ട്. ഒന്ന് എൻ്റെ ഷെയ്ഡിൽ നിന്ന് കുറച്ചും കൂടി ഡാർക്കായ ഷെയ്ഡും ഒന്ന് എൻ്റെ ഷെയ്ഡും. അപ്പോൾ ഈ 2 ഷെയ്ഡ് കൂടെ മിക്സ് ചെയ്താണ് നമ്മളിന്ന് ഫൗണ്ടേഷൻ ഇടാൻ പോകുന്നത്. എന്നിട്ട് നമ്മൾ നന്നായിട്ട് ഇത് ബ്ലെൻഡ് ചെയ്ത് എടുത്തിട്ടുണ്ടോ. എന്നിട്ട് നമുക്കിത് ഫേസിൽ ഡോട്ട് ഡോട്ടായിട്ട് ഇട്ട് കൊടുക്കാം.
ഇനി നമുക്ക് ഇതുപോലൊരു ബ്യൂട്ടി ബ്ലെൻഡർ വെച്ചിട്ട് നന്നായിട്ട് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കാം. ബ്ലെൻഡർ ഉപയോഗിച്ച് നന്നായിട്ട് ഡാബ് ചെയ്താണ് ഞാൻ ബ്ലെൻഡ് ചെയ്തെടുക്കുന്നത്. അങ്ങനെ നമ്മുടെ ഫേസിൽ നന്നായിട്ട് ബ്ലെൻഡ് ചെയ്തെടുത്തിട്ടുണ്ട്. നമ്മുടെ 2 ഫൗണ്ടേഷനും നന്നായിട്ട് മിക്സായി നല്ല ഫേസിൽ നന്നായിട്ട് സെറ്റായി വന്നിട്ടുണ്ട്. ഇനി ഞാൻ ചെയ്യാൻ പോകുന്നത് നമ്മുടെ കോമ്പാക്ട് പൗഡർ, ലാക്മിയുടെ കോമ്പാക്ട് പൗഡർ ഉപയോഗിച്ചിട്ട് ഒന്ന് സെറ്റ് ചെയ്തെടുക്കുകയാണ്. കാരണം എൻ്റെ ഫേസ് ഓയിലി സ്കിന്നാണ്. അപ്പോൾ അത് കുറച്ച് കഴിയുമ്പോൾ ഓയിൽ വരും. അതുകൊണ്ട് ഞാനതൊന്ന് പൗഡർ വെച്ച് സെറ്റ് ചെയ്തെടുക്കും. ഒരുപാട് ഞാൻ സെറ്റ് ചെയ്യുന്നില്ല, ജസ്റ്റ് ഒന്ന് സെറ്റ് ചെയ്യുന്നേ ഉള്ളൂ. ഇനി നമുക്ക് ഫേസ് ഒന്ന് കോണ്ടൂർ ചെയ്യാം. കോണ്ടൂർ ചെയ്യാനായിട്ട് ഞാൻ ഈ ഐഷാഡോ പാലറ്റ് തന്നെയാണ്. ഇനി നമുക്ക് ഫേസ് കോണ്ടൂർ ചെയ്യാം. മാമിന്റെ ഫേസ് നല്ല ഷാർപ്പാണ്, ഈ ഭാഗങ്ങളൊക്കെ നല്ല ഷാർപ്പാണ്, അതുപോലെ നോസ് നല്ല ഷാർപ്പാണ്. കോണ്ടൂർ ചെയ്യാം. അതിനായിട്ട് ഞാൻ ഈ സെയിം നേരത്തെ എടുത്ത ഐഷാഡോ പാലറ്റിലെ അത് തന്നെയാണ് എടുക്കുന്നത്. അതിൽ നമ്മൾ നേരത്തെ ഐഷാഡോ ചെയ്യാനെടുത്ത സെയിം കളർ വെച്ച് തന്നെയാണ് നോസ് കോണ്ടൂറിങ്ങും ചീക്ക് കോണ്ടൂറും ഒക്കെ ചെയ്യുന്നത്. അതിലിതാ ഈ ഒരു ഷെയ്ഡ് എടുത്തിട്ട് എൻ്റെ നോസിന് എനിക്ക് ഇതുപോലെ ഷാർപ്പൺ ചെയ്യേണ്ട ആവശ്യമില്ല, അത്യാവശ്യം ഒതുങ്ങിയ മൂക്കാണ്. പക്ഷെ എങ്കിലും ഒന്നും കൂടെ ചെയ്താലൊരു ഫിനിഷ് കിട്ടുള്ളൂ. കണ്ടോ, നന്നായിട്ട് ഫേസിൽ ആ നോസ് ഒന്ന് നന്നായിട്ട് ഒതുങ്ങി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ എനിക്ക് ചീക്ക് കുറവാണ്, എങ്കിലും ഒന്ന് നമുക്ക് ചീക്ക് കോണ്ടൂർ ചെയ്യാം. സെയിം ഐഷാഡോ വെച്ച് തന്നെയാണ് ഞാൻ ചീക്കും കോണ്ടൂർ ചെയ്യുന്നത്. അപ്പം നമ്മൾ ജോ ലൈനും ചീക്കും നോസും കോണ്ടൂർ ചെയ്തു. അതുപോലെ തന്നെ നമ്മുടെ നെറ്റിയുടെ ഈ ഫോർഹെഡിന്റെ ഭാഗം നമ്മൾ കോണ്ടൂർ ചെയ്യണം. മാമിന് ഫോർഹെഡ് കുറവാണ്, എനിക്ക് വിശാലമായ ഒരു റോഡ് തന്നെ ഉണ്ട് നെറ്റിയുടെ. അപ്പം നമ്മൾ ഫോർഹെഡും ചീക്കും നോസും ജോ ലൈനും ഒക്കെ കോണ്ടൂർ ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് ബ്ലഷ് അപ്ലൈ ചെയ്യാനുണ്ട്, ഹൈലൈറ്റർ ചെയ്യാനുണ്ട്. ബ്ലഷും ഹൈലൈറ്ററും ഒരുപാട് ഇട്ടിട്ടില്ല, ലൈറ്റ് ആയിട്ടാണ്. അപ്പം നമുക്ക് അതും കൂടെ ചെയ്യാം. ബ്ലഷും ഞാൻ ഈ ഐഷാഡോ പാലറ്റിൽ നിന്ന് എടുക്കുന്നത് ഈ ഒരു ഷെയ്ഡാണ് എടുക്കുന്നത്. ലൈറ്റായിട്ട് എടുക്കുന്നുള്ളൂ. എന്നിട്ട് ഈ ഭാഗം കോണ്ടൂർ ചെയ്തതിൻ്റെ തൊട്ട് മേലെയായിട്ട് അപ്ലൈ ചെയ്തെടുക്കുന്നുണ്ട്. ലൈറ്റായിട്ട് ബ്ലഷ് അതിൽ അപ്ലൈ ചെയ്തിട്ടുള്ളതായിട്ട് കാണാവൂ. എന്നാലും ഞാൻ ലൈറ്റായിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ ചീക്കൊക്കെ ഒന്ന് ഹൈലൈറ്റ് ചെയ്യാം. അതിനായിട്ട് ഞാൻ ഇതുപോലെ ഒരു ഹൈലൈറ്റർ എടുത്തിട്ടുണ്ട്. സെയിം ഈ ബ്രഷ് വെച്ച് തന്നെ ഞാൻ ഹൈലൈറ്റർ ഇടുവാണ്. അപ്പോൾ നമ്മുടെ ഫേസിൽ ചീക്കിൻ്റെ എവിടെയും നോസ് ബ്രിഡ്ജും പിന്നെ ഫോർഹെഡിൻ്റെ ഈ ഭാഗങ്ങളും ഇവിടെയും ചിന്നിൻ്റെ ഈ ഭാഗവും ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഫേസ് മേക്കപ്പ് ഏകദേശം റെഡിയായി. ഇനി നമ്മുടെ ഫൈനൽ ടച്ചാണ്. നമ്മുടെ ഫൈനൽ ടച്ച് എന്ന് വെച്ചാൽ ലിപ്സിൻ്റെ മേക്കപ്പാണ്. അപ്പോൾ നമുക്ക് ആദ്യം ഒരു ലിപ് ലൈനർ ഉപയോഗിച്ച് ലിപ്പ് ലൈൻ ചെയ്തെടുക്കാം. അങ്ങനെ ലിപ്പ് ലൈൻ ചെയ്തു. ഇനി നമുക്ക് ലിപ്സ്റ്റിക് അപ്ലൈ ചെയ്യാം. ഞാൻ ഈ 2 ലിപ്സ്റ്റിക്കും കൂടെ മിക്സ് ചെയ്താണ് എടുക്കുന്നത്. ഇതൊരു ബ്രൗൺ ഷെയ്ഡാണ്, ഇതൊരു ഡസ്കി ന്യൂഡ് ഷെയ്ഡാണ്. ഈ 2 ഷെയ്ഡും കൂടെ മിക്സ് ചെയ്തിട്ട് നമുക്ക് ആ നയൻതാര മാമിൻ്റെ ഷെയ്ഡ് കിട്ടുമോ എന്ന് നോക്കാം. അങ്ങനെ ഇത് 2 കൂടെ മിക്സ് ചെയ്താണ് ലിപ്സ്റ്റിക്ക് അപ്ലൈ ചെയ്യാൻ പോകുന്നത്. ഇത് നല്ലൊരു ന്യൂഡ് ഷെയ്ഡാണ്, എനിക്ക് നല്ല ഇഷ്ടമുള്ളൊരു ഷെയ്ഡാണ്. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഈ ബ്രൗൺ ഷെയ്ഡും കൂടെ അതിൻ്റെ കൂടെ മിക്സ് ചെയ്യാം. അത്രയും മാച്ചായിട്ടൊരു കളർ എനിക്ക് കിട്ടിയില്ല. നമുക്ക് ഈ ലിപ് ലൈനറും കൂടെ അതിൻ്റെ കൂടെ വരയ്ക്കാം. ലിപ് ലൈനറും കൂടെ വെച്ച് ജസ്റ്റ് ഒന്ന് ഷെയ്ഡ് കൊടുത്തപ്പോൾ ആ ഒരു ഏകദേശം ഒരു ഷെയ്ഡ് കിട്ടുന്നുണ്ട്. പക്ഷേ അത്രയ്ക്കൊരു ഷെയ്ഡ് കിട്ടിയില്ല. നമുക്ക് ഈ മെറൂൺ കളർ ലിപ്സ്റ്റിക് കൂടെ അപ്ലൈ ചെയ്ത് നോക്കാം. എന്നിട്ട് ഇതിൻ്റെ മേലെ ഈ ബ്രൗൺ ഷെയ്ഡ് ഒന്നും കൂടെ നമുക്ക് അപ്ലൈ ചെയ്യാം. ഏകദേശം ആ ഒരു ഷെയ്ഡ് കിട്ടിയിട്ടുണ്ട്. ഫൈനൽ നമ്മുടെ കളർ ബിന്ദി തൊട്ടിട്ടുണ്ട് മാം. അപ്പോൾ അതും കൂടെ നമുക്കൊന്ന് വെക്കാം. അങ്ങനെ റെഡ് ബിന്ദിയും കൂടെ തൊട്ടിട്ടുണ്ട്. ബിന്ദിൻ്റെ ഉണ്ടായിരുന്നില്ല, ഞാൻ ലിപ്സ്റ്റിക്ക് വെച്ചിട്ടാണ് അഡ്ജസ്റ്റ് ചെയ്തൊരു പൊട്ട് വെച്ചിരിക്കുന്നത്. അപ്പോൾ ഇനി നമുക്ക് ഹെയർ സ്റ്റൈലിലേക്ക് കിടക്കാം. ഹെയർ സ്റ്റൈൽ വളരെ സിമ്പിളായിട്ടാണ് മാം ചെയ്തിരിക്കുന്നത്. നേർവരവ് എടുത്തിട്ട് നന്നായിട്ട് കോംബ് ചെയ്തിട്ട് ബാക്കിൽ കൊണ്ടുവന്നിട്ട് പുട്ടപ്പ് കെട്ടിയിട്ട് പൂ വെച്ചിരിക്കുകയാണ് ചെയ്തിരിക്കുന്നത്. പിന്നെ നമ്മൾ ജിപ്സം ഫ്ലവറും വെച്ചിട്ടുണ്ട്. അപ്പോൾ അതും കൂടെ ഒന്ന് സെറ്റ് ചെയ്തിട്ട് കാണിച്ചു തരാം. അപ്പോൾ നമ്മുടെ ഹെയർ സ്റ്റൈൽ കഴിഞ്ഞു. വളരെ സിമ്പിളാണ്. മാം ഇതുപോലെ നേർവരവ് എടുത്തിട്ട് ഇങ്ങനെ വലിച്ചിറുക്കിയാണ് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ അതുപോലെ ഞാനും ചെയ്തെടുത്തിട്ടുണ്ട്. ബാക്ക് സൈഡ് ഇതുപോലെ ഇത് ഫ്രണ്ടിൽ നിന്ന് ഇങ്ങനെയെല്ലാം കോംബ് ചെയ്ത് ഇവിടെ കൊണ്ടുവന്ന് ലോ പോണിറ്റയിൽ കെട്ടിയിട്ട് ഡോണറ്റ് വെച്ചിട്ട് ഇതുപോലെയാണ് സെറ്റ് ചെയ്തെടുത്തിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഹെയറിൽ
പൂവും കൂടെ വെച്ചിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഹെയറിന്റെ ബാക്ക് സൈഡ് എങ്ങനെയെന്ന് കാണാം. ഈ പുട്ടപ്പ് കെട്ടിയ ഭാഗത്ത് കംപ്ലീറ്റ് മുല്ലപ്പൂവാണ് വെച്ചിരിക്കുന്നത്. എന്നിട്ട് നമുക്ക് അതിന് ചുറ്റും നമ്മൾ ജിപ്സം ഫ്ലവർ ഇതുപോലെ വെച്ചിട്ടുണ്ട്. അപ്പൊ നമ്മുടെ മേക്കപ്പ് എല്ലാം ഫിനിഷ് ആയി കഴിഞ്ഞ് നമ്മുടെ ഫൈനൽ മേക്കപ്പ് ലുക്ക് ഇതാണ്. നമ്മുടെ ഹെയർ നമ്മൾ നന്നായിട്ട് സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ബാക്കിയുള്ള നമ്മുടെ അതായത് സാരി ഓർണമെന്റ്സ് ഒക്കെ കാണണ്ടേ. അപ്പൊ അതിനായിട്ട് എൻ്റെ കയ്യിലുള്ള കുറച്ച് സാധനങ്ങൾ വെച്ചിട്ടാണ് ഞാൻ അതെല്ലാം ഒന്ന് സെറ്റ് ചെയ്തെടുത്തിരിക്കുന്നത്. അതുപോലെ ആക്യുറേറ്റ് ആയിട്ട് കറക്റ്റ് ആയിട്ടൊന്നും എനിക്ക് കിട്ടിയിട്ടില്ല. ഉള്ളത് വെച്ചിട്ട് എൻ്റെ കയ്യിലുള്ള പഴയ സാധനങ്ങളൊക്കെ വെച്ചിട്ടാണ് ഫൈനൽ ഔട്ട്പുട്ട് റെഡിയാക്കാൻ പോകുന്നത്. നയൻതാര മാമിന്റെ വെഡിങ് മേക്ക് ഓവർ റീക്രിയേഷൻ ഫൈനലാണ്. ഞാൻ എന്നെ കൊണ്ട് പറ്റുന്ന രീതിയിലൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ട്. പിന്നെ മാമിന്റെ കണക്കായിട്ടുള്ള ഓർണമെന്റ്സും കാര്യങ്ങളൊന്നും എൻ്റെ ഇല്ല. അപ്പോൾ ഉള്ളതനുസരിച്ച് ഞാൻ ഇതൊക്കെ വെച്ചിട്ടാണ് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്തെടുത്തിരിക്കുന്നത്. മാമിന്റെ പോലത്തെ ഫേസ് കട്ടും ലുക്കും ഒന്നും അല്ല, എങ്കിലും അത് ആ മേക്ക് ഓവർ കണ്ടപ്പോൾ ഒന്ന് റീക്രിയേറ്റ് ചെയ്യാൻ തോന്നി. അങ്ങനെയാണ് ഞാൻ ഇത് ചെയ്ത് നോക്കിയത്. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ യൂസ്ഫുൾ ആയി കാണുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ആരും മറക്കരുത്. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. അതുവരേക്കും ടേക്ക് കെയർ. ബൈ ബൈ.